ഹലോ ഗായ്സ്, സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വണ്ടി, ഈ കണ്ടെയ്നർ ലോറി ഈ ഫീൽഡിലോട്ട് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എങ്ങനെ ഈ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഓർമ്മയിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നതുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ഓർമ്മയിലൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നൊരു 4-ലോ 3-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണുന്ന അന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഒന്ന് വീട്ടിൽ വന്നിട്ട് ഈ മോഹൻലാലിൻ്റെ ഈ സിനിമ വന്ന് കണ്ടിട്ട് കുടുംബത്തിലെ വൺ ഓഫ് ദ കസിൻ എൻ്റെ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്, ഈ മോഹൻലാൽ മുണ്ട കൂരിയിട്ട് പൂര ഇടിയാണ് നല്ല രീതിയിൽ. കാരണം ഇതുവരെ മലയാള സിനിമ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അതിൻ്റെ ഒരു ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയും എൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ വന്നേക്കുന്നത്. അപ്പം അന്ന് ഇത് സിനിമയോട് വലിയ ഇതില്ലാത്ത അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരൊന്നും ആയിരുന്നു ലൈഫ്. കാരണം വല്ലപ്പോഴൊക്കെ സിനിമ കാണുക, കാരണം അന്നത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഫാമിലികളിൽ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ എങ്ങനെയോ തിയേറ്ററിൽ മോഹൻലാൽ സിനിമകൾ എനിക്ക് തോന്നുന്നു കത്തി കയറി വരുന്നുകൊണ്ടിരിക്കുന്ന ടൈമിൻ്റെ പീക്ക് ടൈമാണ്. അതിന് സ്ഫടികത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞാനിനി ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ഒരു വിശേഷത്തിലോട്ട് കൊടുക്കും. ഞാൻ എങ്ങനെ ഈ സ്ഫടികത്തിലെ ലോറിയും ഈ പറഞ്ഞ പോലെ ലോറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രഷായി തുടങ്ങുന്നതൊക്കെ സ്ഫടികം സിനിമയിൽ നിന്നല്ല അറിയുന്നത്. പിന്നെ ഫാദറിന് പണ്ട് ലോറി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ലോറിയോടുള്ള ക്രഷ് വന്നത്. പിൽക്കാലത്ത് ഞാൻ ആർട്ടിസ്റ്റായി പറഞ്ഞ പോലെ ഞാനൊരു ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സിനിമ ചെയ്യണം എന്നുള്ളൊരു ത്വര ഉള്ളിൽ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കൂട്ടായ്മ, സുഹൃത്ത് കൂട്ടായ്മ ഉണ്ട്. ഞാൻ ആ സമയത്തും സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്റ്റോറി ബോർഡുകളും ജയരാജ് സാറിന് വേണ്ടി മാർട്ടിൻ പുറക്കായിട്ട് അങ്ങനെ അതുകൊണ്ട് പല പരസ്യങ്ങൾക്കും ഇവർക്കും ഒക്കെ പല ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ബോംബെയിലായിരുന്ന സമയത്ത് അവിടുത്തെ മഞ്ജീത്ത് എന്ന് പറഞ്ഞ സിനിമ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. മോട്ടു പത്ലു സീരീസ് അങ്ങനെ ഫ്രീലാൻസും ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമ എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് ഒരു ജോലി കിട്ടി. ബാംഗ്ലൂർക്ക് വരികയും അവിടെ ഒരു 3-4 വർഷം IT കമ്പനിയിൽ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കണ്ടൻറ്റ് പെട്ടെന്ന് ബ്രേക്ക് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ കണക്ഷൻസല്ല ഈ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പഴനിയിലും തമിഴ്നാട്ടിലും ഗുജറാത്തിൽ വരെ പോയി വണ്ടി സെർച്ച് ചെയ്തെടുക്കാമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് നാട്ടിലെ ഒരാൾ ഈ പറഞ്ഞ KL07 വണ്ടി ഒരെണ്ണം ഇവിടെ ഉണ്ട് എന്ന് പറയുകയും വന്ന് പോയി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഒബ്വിയസ്ലി എടുക്കാൻ നേരത്ത് പണികളുണ്ടാവും. അങ്ങനെ ആ വണ്ടി എടുക്കുകയും വണ്ടി എടുത്ത് പറഞ്ഞ പോലെ ടയറുകളൊക്കെ പഴയതായത് ഞങ്ങൾ ടയറുകളൊക്കെ അത് മാറ്റുകയും ഇതിനകത്ത് കാരണം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി അപ്പോഴേക്കും ടെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ കളറ് ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഇതിനകത്തോട്ട് അപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
എനിക്ക് വണ്ടിയുടെ പേരിടണം എന്നുള്ളൊരു ചിന്തയിലോട്ടും വന്ന സമയത്താണ് പല പല പേരുകൾ ആലോചിച്ച് നോക്കണേ. പേരുകൾ ആലോചിച്ച് കൺഫ്യൂഷനാണ്. പിന്നെ അതായത് ഫാദറിൻ്റെ തന്നെ പള്ളിയിലിട്ട പേരാണ് ഈ പറഞ്ഞ ഗഗാറിൻ. നല്ല നമുക്ക് എന്തുകൊണ്ട് എന്നാൽ അങ്ങനെ പോയിക്കൂടാ, എന്നാൽ ഫാദർ ഓടിക്കുന്ന വണ്ടിയാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ തന്നെ പേരിട്ടുകൂടാന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയും അപ്പോൾ എല്ലാവർക്കും വീട്ടിലും അമ്മയ്ക്കും കുഞ്ഞുവിനും വൈഫിനും ഒക്കെ എല്ലാവർക്കും അത് മതി എന്നുള്ളൊരു ചിന്തയിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഗഗാറിൻ എന്നുള്ള ആ പേര് തന്നെ നമ്മൾ വണ്ടിക്ക് ഇടുകയും ചെയ്യാൻ ഒരു ലോഗോ റഫ്ലി ഡിസൈൻ ചെയ്തിട്ട് ഇത് ചെയ്ത് വെക്കുകയും ചെയ്തു. ചിലപ്പോൾ പിൽക്കാലത്ത് അത് ഡിസൈൻ മാറ്റാം. അത് ഇതാണ് എൻ്റെ വണ്ടിക്കഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിക്കഥ, ഈ ഗഗാറിൻ ട്രാൻസ്പോർട്ടിൻ്റെ കഥ. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളെന്ന രീതിയിൽ പലപ്പോഴും എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന അതിൻ്റെ എസ്തെറ്റിക്കൽ സാധനം എന്ന് പറയുന്നത് അത് ആ ലോറിയുടെ അടിയിൽ നിന്ന് വെച്ചേക്കണ ക്യാമറ ആംഗിളാണ് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടിയണം. ലോറിയുടെ അടിയിൽ. അപ്പം ഞാൻ അന്ന് ചിന്തിക്കുന്നത് ലോറിയുടെ അടിയിൽ വലിയ ക്യാമറ എന്ന് പറയുന്നത്, സിനിമ ഷൂട്ട് ചെയ്യണ ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം ഭയങ്കര വലിയൊരു സാധനമാണ്. ഇതെങ്ങനെ ലോറിയുടെ അടിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ അന്ന്. പക്ഷെ ഇതൊക്കെ ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അന്ന് നമുക്ക് വീട്ടുകാരോട് ആയാൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ഉത്തരം കൃത്യമായിട്ട് തരാൻ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ കുറേ സംശയങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ഇത് ചെയ്തപ്പോൾ. പതുക്കെ പറയുള്ളൂ.